ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് ഒരു സ്നാക്കിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നതാണ്. ചില ആൾക്കാർക്ക് അത് അറിയാൻ പറ്റും, പക്ഷെ വേറെ റിലീജിയനുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് അറിയാൻ പറ്റില്ല. ചുക്കപ്പം പറഞ്ഞൊരു സ്നാക്കാണ്. ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കിയ സ്നാക്ക്. അപ്പൊ ഞാൻ കുറച്ച് ആൾക്ക് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോ ആർക്കെങ്കിലും ചുക്കപ്പം വേണോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വേറെ സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. കേക്ക്, പിന്നെ പേസ്ട്രീസ് പോലത്തെ കേക്ക്, അത് ഇതെല്ലാം ആക്കുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഞാൻ നമ്പർ കൊടുക്കാത്തായ. നിങ്ങൾ വേണ്ട എന്തെങ്കിലും സ്നാക്കോ അങ്ങനത്തെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ്. ഓക്കെ. അപ്പൊ ഞാന് എന്താ പറയാ, അത് ചുക്കപ്പം നല്ലൊരു സ്നാക്കാണ്. അതായത് കുഞ്ഞു കുഞ്ഞു ബോൾസ്, കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമുള്ള ആൾക്കാർക്ക് തന്നെ തിന്നാൻ പറ്റും. മുത്തശ്ശനെല്ലാം തിന്നാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ ഒരു TV കാണുന്ന, അല്ലെങ്കിൽ നമ്മളൊരു മൂവി കാണുന്നുണ്ടെങ്കിൽ നമുക്കത് വെറുതെ ഇരിക്കുന്ന സമയം ഓരോന്നല്ല, കുറച്ച് കൈ എടുത്തിട്ട് തിന്നാൻ പറ്റുന്ന സ്നാക്കാണ്. അപ്പൊ അതിന് മെയിൻ ഇൻഗ്രീഡിയന്റ് പറഞ്ഞാൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി 4 മുട്ട. ഞാൻ 4 മുട്ട യൂസ് ചെയ്ത്, എന്നാലും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. 4 മുട്ട, തേങ്ങാപ്പാല്, പിന്നെ കരിഞ്ജീരകം, അപ്പം പിന്നെ കുറച്ച് ഉപ്പ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാ, ആദ്യം നമ്മൾ അരിപ്പൊടി നല്ലോണം വറുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നല്ലോണം വറുത്തിട്ട് അതിൽ നമ്മള് മുട്ടയും ഉപ്പും ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കും. പിന്നെ തേങ്ങാപ്പാല്, നമ്മൾ ആ സമയം കൊണ്ട് തേങ്ങാപ്പാൽ അടിച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ അതിലൊഴിച്ച് കരിഞ്ജീരകം ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കൈയോടെ മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാ, നമ്മള് ഈ ഒരു സാധനം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഉരുട്ടി ജസ്റ്റ് ഒരു പ്രസ് കൊടുത്തിട്ട് അങ്ങനെ കുറേ ഒരു പാത്രം നിറച്ചായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാ, അത് ഓയിലിലേക്ക് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ എടുത്തു കഴിഞ്ഞാല് സാധനമായി. അപ്പൊ ഇതാണ് ചുക്കപ്പം പറഞ്ഞ റെസിപ്പി. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ ഞാൻ പഠിച്ചത് എന്റെ മമ്മ ഉണ്ടാക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ പഠിച്ചത്. അപ്പൊ മമ്മയും ഓർഡർ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാന് മമ്മന്റെ കണ്ടിട്ട് ഞാൻ മമ്മയോട് എപ്പോഴും ഇത് ഉണ്ടാക്കാൻ വേണ്ടി ജോയിൻ ചെയ്യും. കാരണം എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പണി ചെയ്യുന്നത്. അപ്പൊ ഞാനും ജോയിൻ ചെയ്യും. അപ്പൊ ഇതാണ് ചുക്കപ്പത്തിന്റെ റെസിപ്പി. അപ്പം എല്ലാരും വേണ്ട ആൾക്കാര് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. വേണമെന്നുണ്ടെങ്കിൽ വേണമെന്ന് അറിയാം. അത് മാത്രല്ല, നിങ്ങൾ എന്താണോ പറയുന്നത് അതിനെ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പം അതൊരു ചെറിയ സൈഡ് ബിസിനസ് ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന. അപ്പൊ എല്ലാവർക്കും അഭിപ്രായം പറയാം, വേണോ വേണ്ടേ. അപ്പം വേണമെന്നുണ്ട് ആൾക്കാർ ജസ്റ്റ് കമന്റ് ബോക്സിൽ എന്താ പറയാ, എന്താ സാധനം വെച്ചാൽ ചുക്കപ്പം വേണമെങ്കിൽ ചുക്കപ്പം ആക്കിത്തരാം. അത് ചുക്കപ്പത്തിന് 1 kg 600 വാങ്ങിക്കുന്നത്. അപ്പൊ എന്റെ മമ്മ ആ ഒരു റേറ്റാ വാങ്ങിക്കില്ല. പിന്നെ ഞാനും ആ റേറ്റ്, കാരണം അത് ഉണ്ടാക്കാൻ നല്ല പാടുള്ള പണിയാണ്. അതുകൊണ്ട് നമ്മൾ ഇത്ര റേറ്റ് വാങ്ങിക്കുന്നത്. സോ ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കും, കേക്ക് ഉണ്ടാക്കും. അപ്പോ എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് പറയാം. അപ്പോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.